ഹർഷ, ജി സുധാകരൻ രാജിയിലേക്കാണോ പോകുന്നത്? അപ്പോൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തെ ആക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇടുന്നതിലേക്ക് പോയിട്ടുള്ളത്. എന്നാണെങ്കിലും നമുക്കറിയാം, ഇലക്ഷന് മത്സരിക്കാത്ത, കഴിഞ്ഞ കാലങ്ങളിൽ മത്സരിപ്പിക്കാത്ത മുതിർന്ന നേതാക്കന്മാരെ മത്സരിപ്പിച്ചേക്കുമെന്നുള്ള വാർത്ത നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ ജി സുധാകരൻ ഈ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പാർട്ടി വിടുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. അല്ല, ഇവിടെ ഇപ്പോൾ 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി അംഗത്വം അദ്ദേഹം പുതുക്കുന്നില്ല, അതിനുള്ള അപേക്ഷ അദ്ദേഹം നൽകുന്നില്ല എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നിരത്തി പറയുന്നുണ്ട്. ഒരുപാട് നാളുകളെ അദ്ദേഹം പറയുന്ന ഒരുപാട് പരാതികളുണ്ട് CPM-നെ കുറിച്ച്. ഇത്രയും 63 വർഷത്തോളമായി CPM-നുള്ള അല്ലെങ്കിൽ CPM-ന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിൻ്റെതായ പരിഗണന ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്ന് പലപ്പോഴായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ തന്നെയും ചില കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ നമ്മൾ പോലും പലപ്പോഴും ചർച്ച ചെയ്തിരുന്നു, ജി സുധാകരൻ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകുമോ അല്ലെങ്കിൽ CPM-ൽ നിന്ന് പോകുമോ എന്നൊക്കെയുള്ളത്. അപ്പോൾ അദ്ദേഹം CPM-ൽ നിന്നും പാർട്ടി വിടുന്നതിനെ കുറിച്ചൊരു തീരുമാനമൊന്നും അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ജി സുധാകരൻ പാർട്ടി വിട്ട് അല്ലെങ്കിൽ CPM-ൽ നിന്നും പുറത്തേക്ക് വരാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. ജി സുധാകരന് പരിഗണന അർഹിക്കുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അത് ജി സുധാകരൻ ഏറെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മാനസികമായി അദ്ദേഹം അത് വലിയ രീതിയിൽ അത് ഏറ്റെടുക്കുകയും അത് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി എടുത്ത് പ്രതിപാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം കാലൊടിഞ്ഞ് കിടക്കുന്ന സമയത്ത് പോലും ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഒഴിച്ച് ബാക്കി എല്ലാ ബ്രാഞ്ച് കമ്മിറ്റിയിലും കൃത്യമായിട്ട് പങ്കെടുത്തുള്ള ഒരാളാണ് താൻ. അതുകൂടാതെ തന്നെ തന്റെ അടുത്ത് ഒരു പരിപാടി നടക്കുന്ന സാഹചര്യത്തിൽ പോലും തന്നെ ഒന്ന് വിളിക്കാനുള്ള ഒരു മനസ്സ് പോലും പാർട്ടി കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓരോ വിഷയങ്ങളും അദ്ദേഹം എടുത്തെടുത്ത് പറയുകയാണ്. നമുക്കറിയാം, പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ, പാർട്ടി നോക്കുകുത്തികളാക്കി വെളിയിലേക്ക് കളഞ്ഞ, അല്ലെങ്കിൽ പാർട്ടി ചേർത്ത് പിടിക്കാത്ത ഓരോ ആളുകളും, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പേര് നടന്ന ഓരോ മനുഷ്യരും പറഞ്ഞത് ഇത് തന്നെയാണ്. പാർട്ടി കേൾക്കാൻ തയ്യാറാകുന്നില്ല, പാർട്ടി നേതൃത്വം മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല, പാർട്ടിക്കാരുടെ വികാരങ്ങൾ എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ പാർട്ടി, അതായത് കഴിഞ്ഞ കാലങ്ങളിലെ ഈ പാർട്ടിക്ക് വേണ്ടി ശക്തമായിട്ടുള്ള പോരാടിയ ആളുകളെയൊന്നും പാർട്ടിക്ക് ഇപ്പം വേണ്ട. ഇപ്പം വേണ്ടുന്നത് എന്താണ്? ഇപ്പൊ ജി സുധാകരൻ തന്നെ ഏറ്റവും കൂടുതലും ആലപ്പുഴയിൽ ഉന്നയിച്ചിട്ടുള്ളത് CPM നേതൃത്വത്തിന് ഏറ്റവും കൂടുതലും ഇഷ്ടം എന്ന് പറയുന്നത് അവിടുത്തെ ഗുണ്ടകളെയും ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട ആളുകളെയുമാണ്. ഇപ്പോൾ മണൽ മാഫിയ, ലഹരി മാഫിയ, ഗുണ്ടാ സംഘങ്ങൾ, ഇവരെയൊക്കെയാണ് പാർട്ടിക്ക് ഇഷ്ടം. പാർട്ടിക്ക് യഥാർത്ഥ സഖാക്കന്മാരെ വേണ്ട, പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളെ ഒന്നും വേണ്ട. പണത്തിന് പുറകെ വേണ്ടി മാത്രമാണ് ഇപ്പോൾ പാർട്ടി, ആലപ്പുഴയിലെ പാർട്ടി പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പോട്ടുള്ള വിമർശനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അതിൽ ചില ഗുണ്ടാ സംഘങ്ങൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു, ചില ഗുണ്ടാ സംഘങ്ങളാണ് പാർട്ടി ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം എന്തു തന്നെയാണെങ്കിലും ജി സുധാകരന്റെ ഇപ്പോഴുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇനി താൻ പാർട്ടിയിൽ അംഗമല്ല. അതെ, ഇവിടെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞൊരു വാക്യത്തിന് പ്രസക്തി ഏറുന്നത്. കാരണം CPM-ലുണ്ടായിരുന്ന ചില മുൻ മന്ത്രി പോലും അല്ലെങ്കിൽ മുൻ MLA അല്ലെങ്കിൽ മുൻ മന്ത്രി പോലും ഇനിയിപ്പോൾ കോൺഗ്രസിൽ വിസ്മയമായി വരാൻ സാധ്യതയുണ്ട് എന്ന് ചില നേതാക്കന്മാർ ഒരു സമയത്ത് പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ അവരുദ്ദേശിച്ചിരുന്ന ആ മുൻ മന്ത്രി ജി സുധാകരൻ ആയിരിക്കുമോ എന്നുള്ള സംശയങ്ങൾക്ക് ആക്കം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ജി സുധാകരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുമോ എന്നുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുമോ എന്നുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും കോൺഗ്രസ് പിന്തുണ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇപ്പൊ നമുക്കറിയാം, അദ്ദേഹം മുതിർന്ന നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലും പാർട്ടി കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വിഷയം വരുമ്പോൾ അത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ആലപ്പുഴയിലെ പാർട്ടിയെങ്കിലും അത് പ്രതിസന്ധിയിലാക്കും എന്നത് കൃത്യമായിട്ടൊരു കാര്യമാണ്. കാരണം ജി സുധാകരനെ കേൾക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ജി സുധാകരനെ മനസ്സിലാക്കുന്ന, രാഷ്ട്രീയം പേർന്ന, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം മാറി ചിന്തിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നീക്കങ്ങളും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. അതായത് ചില കോക്കസ് ഗ്രൂപ്പുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന നിലപാടുകളാണ് ഇവിടെ വിഷയം. അത് പാർട്ടിയുടെ ആശയങ്ങളെ ബലി കൊടുത്തുകൊണ്ട്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളെ നമുക്കറിയാം, അവരെ സംബന്ധിച്ച് മറ്റുള്ള ആളെ സഹായിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ കൂടുതലും പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ അതിനു പോലും മറ്റുള്ള ആളുകളെ കേൾക്കാതെ, സാധാരണപ്പെട്ട മനുഷ്യരുടെ കൂടെ നിൽക്കാതെ, പണത്തിന് വേണ്ടി, അതേപോലെ തന്നെ അധികാരത്തിന് വേണ്ടി, നമുക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണം, പണം കൊടുക്കണമെങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യർക്ക് കഴിയില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് കാലങ്ങളായിട്ട് ചെയ്തത്? സാധാരണപ്പെട്ട മനുഷ്യരുടെ ഇത് പിരിവെടുത്തിട്ടാണ് അവർ പാർട്ടി സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. പക്ഷെ ഈ വന്ന കാലത്ത് സാധാരണ പ്രവർത്തകരിൽ നിന്ന് വാങ്ങിക്കുന്നത് കൂടാതെ അവരുടെ ഇന്ന് 5, 10, 100 എല്ലാം കിട്ടത്തുള്ളൂ.
അതേസമയം ഒരു കോർപ്പറേറ്റ് മുതലാളിയോ ഒരു മണൽ മാഫിയോ അല്ലെങ്കിൽ ഒരു ഗുണ്ടാ തലവനെയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മേഖലയായിട്ട് ഈ രാഷ്ട്രീയ മേഖല മാറിയിട്ടുണ്ട്. കാരണം ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ മതി, പോലീസിനെ ഒന്ന് നിയന്ത്രിച്ചു കൊടുത്താൽ മതി. പോലീസിനെ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് വേണ്ടുന്ന പേപ്പറുകൾ, ചിലപ്പോ പാറ പൊട്ടിക്കാനാണെങ്കിലും മണൽ വാരാനാണെങ്കിലും ഇതിന് വേണ്ടുന്ന പേപ്പറുകൾ സംഘടിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും പൈസ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നുള്ളത് സർക്കാരിന്റെ വക വരുന്ന ഓരോ പ്രൊജക്ടുകൾ, ആ പ്രൊജക്ടുകളിൽ ഇവരെ കുത്തിത്തിരികെ വെക്കുക. ഇത് തന്നെയാണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ജി സുധാകരൻ പറഞ്ഞതിൽ ചില കഴമ്പുകളുണ്ട്. ഇനി അദ്ദേഹം പാർട്ടി മെമ്പർ ആയിരിക്കത്തില്ല എന്ന് പറയുന്നത് പാർട്ടിയെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഇനി പാർട്ടിയിൽ മെമ്പർ അല്ല, ഇനി നിങ്ങൾക്ക് എന്നെ തരം താഴ്ത്താനോ അടക്കിയിരുത്താനോ കഴിയാമെന്ന് നിങ്ങൾ മോഹിക്കേണ്ട, അത് അതിമോഹമാണ് എന്നുള്ള ഒറ്റ ഉത്തരവാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ജി സുധാകരൻ പാർട്ടി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ സുധാകരനൊപ്പം പോരുന്ന ഒരു കൂട്ടം ആളുകൾ കൂടി പാർട്ടിക്കകത്തൊന്നും ഉണ്ടാകും. അത് തീർച്ചയുള്ള കാര്യമാണ്. കാരണം അത്രത്തോളം ജനപിന്തുണയുള്ള അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ആലപ്പുഴയിലെങ്കിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം നല്ല CPM പ്രവർത്തകരുണ്ട്. അപ്പോൾ അദ്ദേഹം പുറത്തു വരുമ്പോൾ ഈ പറയുന്ന പ്രവർത്തകർ കൂടി പുറത്തു വന്നാൽ അത് പാർട്ടിയെ CPM പാർട്ടിയെ തന്നെ ആലപ്പുഴയിൽ ക്ഷയിപ്പിക്കുന്നതിനൊരു കാരണമായി മാറില്ല. അല്ല, പാർട്ടി പ്രവർത്തകർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭയം എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ജി സുധാകരന് ഭയമില്ല എന്ന് കരുതി സാധാരണപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് ഭയമുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ഇലക്ഷന് ബൂത്തിനടുത്ത് എത്തുമ്പോൾ മാറ്റിക്കുത്തും. കാരണം എന്താ, ഈ ഭയമെല്ലാം മാറ്റിക്കുത്തുന്നത് ഇലക്ഷൻ ബൂത്തിന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ്. ഇനി അതായത് ഇവര് ചെയ്യാൻ പോകുന്ന പാർട്ടി പ്രവർത്തകരായിട്ട് ആളുകൾ ചെയ്യാൻ പോകുന്നത് നേരെ ചെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൂത്തിൽ നിന്ന് സ്ലിപ്പ് വാങ്ങി അത് പൂരിപ്പിച്ചിട്ട് ആ സ്ലിപ്പും കൊണ്ട് അവിടെ ചെന്ന് കൊടുത്തിട്ട് പാർട്ടിക്കെതിരായിട്ട് കൂട്ടുകുത്തും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിൽ കോൺഗ്രസ് വിജയിക്കണമെങ്കിൽ, കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് വരണമെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ വോട്ട് കൊടുക്കണം. പൊതുജനം എന്ന് പറയുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവരും അതേപോലെ തന്നെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെല്ലാവരും കൂടെ ചേരുന്നതാണ് ഒരു ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോ കോൺഗ്രസ്സുകാർ മാത്രം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ വിജയിക്കത്തൊന്നുമില്ല. അതിന് സാധാരണപ്പെട്ട പൊതുജനങ്ങളുടെ മനസ്സിൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും, ഇവരിനി വരണമെന്ന് ആഗ്രഹം ഉണ്ടാകണം, എങ്കിൽ മാത്രമേ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയുള്ളൂ. പക്ഷേ ഇലക്ഷൻ വരുന്നതിനനുസരിച്ച് ട്രെൻഡുകൾ ചിലപ്പോൾ മാറിയേക്കാം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ജി സുധാകരനെ പോലുള്ള ആളുകളൊക്കെ പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് അത് വലിയ അടിയായിരിക്കും.